الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനും പെരുന്നാൾ ആഘോഷവുമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആ വിശുദ്ധ മാസത്തിന് സ്വാഗതമരുളുവാനും അതിനെ യാത്രയയക്കുവാനുമുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഉപദേശങ്ങളും നാം ശ്രവിക്കുകയുമുണ്ടാകും. സിയാമിലൂടെ, ഖിയാമിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സ്വദഖയിലൂടെയെല്ലാം നാം നേടിയെടുത്തിട്ടുള്ള ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ് നാം കേട്ട ഉപദേശങ്ങളുടെ ആകത്തുക. നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ വീടോ വസ്ത്രമോ ഒക്കെ വൃത്തിഹീനമായാൽ നാം അത് ശുദ്ധിയാക്കാറുണ്ട്. ശുദ്ധിയാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് മലിനമാവാതിരിക്കാൻ പരമാവധി നാം ശ്രദ്ധിക്കാറുണ്ട്. അലക്കി തേച്ച് വൃത്തിയാക്കി ധരിച്ചിട്ടുള്ള വസ്ത്രത്തിലേക്ക് അല്പം അഴുക്ക് വീഴുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ ലക്ഷങ്ങൾ മുടക്കി വൈറ്റ് വാഷും പെയിന്റിങ്ങും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം നടത്തിയിട്ടുള്ള നമ്മുടെ വീട് പെട്ടെന്ന് മലിനമാകുന്നത് നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു നാം. നമ്മുടെ മനസ്സുകളിലെല്ലാം ഓരോ ഞെളിയം പറമ്പുകൾ ഇപ്പോഴുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഞെളിയൻ പറമ്പ് എന്ന് പറഞ്ഞാൽ
പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമില്ല. നഗരത്തിലെ മുഴുവനും മാലിന്യങ്ങളും പെറുക്കി കൂട്ടി അവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കാറുള്ളത്. അവിടെയുള്ള ആളുകളും പരിസരവാസികളുമെല്ലാം പലപ്പോഴും പ്രതിഷേധങ്ങളും സമരങ്ങളുമായൊക്കെ രംഗത്ത് വരികയും ചെയ്യാറുണ്ട്. കാരണം അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്ന് പോലും വമിക്കുന്ന ദുർഗന്ധം അത്രയ്ക്ക് വലുതാണ്. ഭൂമിയിലേക്ക് അതിൻ്റെ മാലിന്യങ്ങൾ ആഴ്ന്നിറങ്ങി അവരുടെ കുടിവെള്ളത്തിലും മറ്റ് അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലും കൊതുക്, അതുപോലെയുള്ള മറ്റ് ജീവിത പരീക്ഷണങ്ങൾ ഇതുപോലെയുള്ളതും ഉണ്ടാവുക എന്നത് കുറവല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രതിഷേധിക്കാറുമുണ്ട്. കാരണം ആ മാലിന്യങ്ങൾ അങ്ങനെ കുന്നുകൂട്ടിയതാണ്. എന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ വൃത്തിയായിട്ടുണ്ട്. ആ വൃത്തിയായ സ്ഥലങ്ങളെപ്പോലെ നമ്മുടെ മനസ്സും പാപമുക്തമായിട്ടുണ്ട്. അവസാനം ഫിത്ർ സക്കാത്തും നൽകിയതോടുകൂടി അവന്റെ മനസ്സിൽ ഒട്ടും കറകളില്ലാതെ ഒരു വൈറ്റ് ക്യാൻവാസ് പോലെ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മനസ്സിലേക്ക് വീണ്ടും പാപക്കറകൾ കടന്നുകൂടുന്നതിനെ നാം ഓരോരുത്തരും സൂക്ഷിക്കുകയും ഭയക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നാം നിസ്സാരമായി കാണാറുള്ളത് ചെറിയ ചെറിയ പാപങ്ങളെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്നാണ്. നിസ്സാരമെന്ന് തോന്നി അത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ വന്നാൽ പിന്നീട് അത് ഒരുമിച്ച് കൂട്ടുകയാണ് എങ്കിൽ ഒരു വൻമലയോളം ഒരുപക്ഷെ അതെത്തിയിട്ടുണ്ടാകും. ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാചകൻ ഒരു മലഞ്ചെരുവിൽ ഒരിക്കൽ ഇറങ്ങുകയുണ്ടായി. സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, നമുക്ക് ഭക്ഷണമുണ്ടാക്കാം, നിങ്ങൾ ചുറ്റുപാടുകൾ പരതുക, നിങ്ങൾക്ക് കിട്ടുന്ന വിറക് കൊള്ളികളും എല്ലിൻ കഷ്ണങ്ങളും അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൂടെയുണ്ടായിരുന്ന സഹാബത്ത് ചുറ്റുപാടുകളിലും വിറകന്വേഷിച്ചു കൊണ്ടുപോയി. അവർക്ക് കിട്ടിയിട്ടുള്ള വിറകുകളും അതുപോലെ കമ്പുകളുമെല്ലാം കുറവായിരുന്നു. എന്നാൽ അതെല്ലാവരും കൊണ്ടുവന്നത്, ഓരോരുത്തരും കൊണ്ടുവന്നത് ഒരുമിച്ച് കൂട്ടിയപ്പോ അത് വളരെ വലിയ ഒരു കൂമ്പാരമായി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകളെ സൂക്ഷിക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇതുപോലെ അതൊരു വലിയ കൂമ്പാരമായി തീരും. ഈ റമദാൻ കഴിഞ്ഞ് മനസ്സ് ശുദ്ധമായി നിൽക്കുന്ന ഈ സമയത്ത് വരും കാല ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണത്. വൻ പാപങ്ങളിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മദ്യപാനം ഹറാമാണെന്ന് നമുക്കറിയാം. വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന് നമുക്കറിയാം. പലിശയുമായി സമീപിക്കരുത് എന്ന് നമുക്കറിയാം. കൊലപാതകം നടത്തരുത് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള വൻപാപങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഗൗനിക്കാത്ത തരത്തിലുള്ള പാപങ്ങളാണ് വരാറുള്ളത്. അതുകൊണ്ട് വരും കാല ജീവിതത്തിലൂടെ വളരെ കാര്യമായും നാം അത് ശ്രദ്ധിക്കുക. ഇനി തുടർച്ചയായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തതുപോലെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചോനെ, എൻ്റെ ഹൃദയത്തിന് നീ ഹിദായത്ത് നൽകി, വെളിച്ചം നൽകി, സന്മാർഗം നൽകി. ആ ഹൃദയത്തിൽ നിന്ന് അത് നീ നീക്കിക്കളയരുതേ റബ്ബേ. പ്രഭാപൂരിതമായ ഈ മനസ്സിനെ, വെട്ടിത്തിളങ്ങുന്ന ഈ മനസ്സിനെ, അതിനെ നീ തിരിച്ചെടുക്കരുതേ റബ്ബേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സകല സമയങ്ങളിലും നമുക്കുണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് ഉപദേശം നൽകണം. എൻ്റെ ജീവിതത്തിൽ മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത, സംശയം തീർക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത വിധത്തിലുള്ള
ഒരു ഉപദേശം എനിക്ക് നൽകണം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടി കുൽ ആമൻതു ബില്ലാഹി തുമ്മസ്തഖിം, നീ ആമൻതു ബില്ലാഹി എന്ന് പറയുക, പിന്നെ തുമ്മസ്തഖിം, അതുപോലെ നീ ജീവിക്കുക, ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുക. ഈ ഇസ്തിഖാമത്താണ് ഇനി മുതൽ നമ്മോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. നാം ഒരു പരിശീലന കളരിയിൽ എങ്ങനെയാണ് ഒരു മുസ്ലിമായി ജീവിക്കേണ്ടത് എന്ന് പരിശീലിച്ചു. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസക്കാലം നാം പരിശീലനത്തിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് അതിൽ വിജയിച്ച സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇസ്തിഖാമത്താണ്. ആ നേടിയെടുത്ത, ആ ജീവിച്ചു പരിചയിച്ച, നമ്മുടെ ജീവിതത്തിലൂടെ നാം പ്രാക്ടിക്കലാക്കിയിട്ടുള്ള ആ ജീവിതത്തെ അതേ രൂപത്തിൽ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോട് കൂടി നിലകൊള്ളുകയും, അഥവാ ആ പറഞ്ഞത് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞത് നാക്കുകൊണ്ട് മാത്രമല്ല, അത് അവന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ അനുസരിച്ചുകൊണ്ട് അവൻ ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവരുടെ മേൽ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് ആ മാലാഖമാർ അവരോട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ ഈ ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വർഗം കൊണ്ട് വാഗ്ദത്തം അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളിലൂടെ നമ്മെ വിവരം അറിയിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ശ്രദ്ധയും ആലോചനയും പ്രതിജ്ഞയും, ഇനി എന്റെ ജീവിതത്തിൽ ഈ ഇസ്തിഖാമത്ത് ഉണ്ടാകും, ഞാൻ നേടിയെടുത്ത ഈ ഹിദായത്ത് അത് ഒരിക്കലും കളഞ്ഞു പോവുകയില്ല, അത് എന്നിൽ നിന്ന് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നതാണ്. ഇതുതന്നെ നമ്മുടെ ദിനം പ്രതിയുള്ള പ്രാർത്ഥനയിലും നാം ഉൾപ്പെടുത്താറുണ്ട്. ദിനേന നമ്മൾ നമസ്കരിക്കുമ്പോൾ 17 തവണ നിർബന്ധമായി നാം പറയാറുണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ആ നേരായ പാത, ചൊവ്വായ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന് നാം ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യമാണ് ഈ റമളാൻ എന്നതും ആ റമളാനിലൂടെ പാപമുക്തി നേടുക എന്നതും ആത്മീയമായ പരിശുദ്ധി കൈവരിക്കുക എന്നതും അങ്ങനെ വരും കാലങ്ങളിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതുമൊക്കെ ഈ മഹാഭാഗ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നാം റമളാനികളല്ല ആവേണ്ടത്, റബ്ബാനികളാണ് ആവേണ്ടത്. അഥവാ റമളാൻ വരുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകമായ ആവേശത്തോടു കൂടി ഒരു ജ്വരമെന്നോണം പള്ളികളും ആരാധനാലയങ്ങളും നിബിഡമാവുകയും അത് കഴിഞ്ഞാൽ ഒരു കൂടൊഴിഞ്ഞതുപോലെ എല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു റമളാനിയല്ല നാം ആരുമാകേണ്ടത്. മറിച്ച് നാം ആകേണ്ടത് റബ്ബാനിയാണ്, അഥവാ റബ്ബിന്റെ ആളുകളാണ് ആവേണ്ടത്. ആ റമളാനിലൂടെ നാം ചെയ്തത് റബ്ബാനിയാകാനുള്ള പ്രവർത്തനമാണ്. എന്റെ റബ്ബിന്റെ നിലയും വിലയും മനസ്സിലാക്കുവാനും അവന്റെ മഹത്വം തിരിച്ചറിയുവാനും അവനുമായി അടുക്കുവാനും ഉള്ള ഒരു പരിശീലനമായിരുന്നു. അതുകൊണ്ട് റബ്ബാനികളാണ് നാം ഇനി മുതൽ ആകേണ്ടത്. നിർത്തുകയല്ല, നിലനിർത്തുകയാണ് നാം ചെയ്യേണ്ടത്. റമളാൻ കഴിഞ്ഞപ്പോ ജമാഅത്ത് നിർത്തുകയല്ല വേണ്ടത്,
റമദാൻ കഴിഞ്ഞപ്പോ സ്വതക്ക നിർത്തുകയല്ല വേണ്ടത്. റമദാൻ കഴിഞ്ഞപ്പോ സാമൂഹ്യ പ്രവർത്തനം നിർത്തുകയല്ല വേണ്ടത്. റമദാൻ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓരോ പുണ്യപ്രവർത്തനങ്ങൾ നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് നിലനിർത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ കാലത്ത് ചെയ്തതുപോലെ നിലനിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇമാം ശിബിലി റഹിമഹുള്ളയോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുഹുമാ അഫ്ളലു റജബുൻ ഔ ശഅബാനുൻ അം റമളാൻ? അല്ല, റജബാണോ ഏറ്റവും മഹത്തരമായ മാസം, അതല്ല ശഅബാനാണോ, അതല്ല റമളാനാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഓരോ മാസത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഈ മാസങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ സമയത്ത് ചോദ്യകർത്താവിനോട് ഇമാം ശിബിലി റഹിമഹുള്ള മറുപടി പറഞ്ഞത്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. നീ റബ്ബാനിയാവുക, നീ ഒരിക്കലും റമളാനിയാകരുത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബിശ്റുൽ യാസി റഹിമഹുള്ളയോട് ആളുകൾ പറഞ്ഞു, റമളാനിൽ ആളുകൾക്ക് ഭയങ്കര ഉച്ചാറാണ്. റമളാനിൽ പള്ളിയിലൊന്നും സ്ഥലം മതിയാവൂല, റമളാനിൽ സപ്പുകളൊന്നും മതിയാവൂല, ഞങ്ങൾ പുറത്തേക്ക് പായിടലാണ്, അതുപോലെ സൗകര്യമൊരുക്കലാണ് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ബിഇസൽ ഖൗമു ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ ഹഖൻ ഇല്ലാ ഫി റമളാൻ. ഒരു ഖൗം, ഒരു ജനത എത്ര മോശപ്പെട്ട ജനതയാണ്. അവർ റമളാനിലെ അല്ലാഹുവിനെ അറിയുന്നുള്ളൂ, റമളാനിനെ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു നിലപാടുള്ള ജനത എത്ര മോശപ്പെട്ട ആളുകളാണ്, വിഭാഗമാണ്. ഇന്ന സ്വാലിഹ അല്ലദീ യതഅബ്ബദു വയജ്തഹിദു സനത കുല്ലഹ. ഒരു നല്ല വ്യക്തി എന്ന് പറയുന്നത്, ഒരു സ്വാലിഹായ വ്യക്തി എന്ന് പറയുന്നത്, അവൻ ആരാധനകൾ നിർവഹിക്കുകയും അവൻ പരിശ്രമിക്കുകയും ചെയ്യും വർഷം മുഴുവനും. അവൻ ഒരു സമയത്തും വിശ്രമമില്ല. ഈ രൂപത്തിൽ എന്നുമെന്നും അവൻ അള്ളാഹുവിന് വേണ്ടി അവന്റെ മാർഗത്തിലേക്ക് പ്രവർത്തിക്കുന്നവനാണ്, ആ മാർഗത്തിൽ നിലയുറപ്പിക്കുന്നവനാണ് എന്നാണ്. ഈ നിലപാടാണ് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് വരുന്നുണ്ടോ എന്നതാണ്. ഒരിക്കൽ പ്രമുഖ സ്വഹാബി ഹൻവല റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് പോലെ, സമനില നഷ്ടപ്പെട്ടവനെ പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഹൻവല മുനാഫിഖായിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് കേൾക്കാനിടയായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, താങ്കൾ എന്താണ് പറയുന്നത്? ഇത്രയും പകൽപനായ അങ്ങ് മുനാഫിഖായി എന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രവാചകന്റെ സദസ്സിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോ നമുക്ക് ഏറെ തഖ്വയുണ്ട്, ഏറെ ഖൗഫുണ്ട്. അതുപോലെ നാം പ്രവാചകന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും മുത്തുമണികളെപ്പോലെ നമ്മളത് സ്വീകരിക്കാറുണ്ട്, നമ്മളത് ഉൾക്കൊള്ളാറുണ്ട്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴ്ന്നിറങ്ങാറുണ്ട്. എന്നാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, നമ്മുടെ സ്വകാര്യ ജീവിതവുമായി നാം ലയിച്ചു ചേരുമ്പോ, സാമൂഹികമായ അവസ്ഥകളുമായി ബന്ധപ്പെടുമ്പോ പലപ്പോഴും നമ്മൾ അതൊക്കെ മറന്നു പോകുന്നുണ്ട്. അത് നിഫാഖല്ലേ എന്ന ഭയത്തോടു കൂടി അദ്ദേഹം പ്രതികരിച്ചത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇതേ സംശയം ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉണ്ടാവുകയും പ്രവാചകന്റെ അടുക്കൽ പോയി ആ സംശയം ഉന്നയിക്കുകയും ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചു. എന്റെ അടുത്തിരിക്കുമ്പോ നിങ്ങൾക്കുണ്ടാകുന്ന ഈമാനും തഖ്വയും പുറത്തിറങ്ങുമ്പം അതുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല. എങ്കിലും നിങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ അലൈക്കും റഖീബ. അള്ളാഹു നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരനുണ്ട് എന്ന ബോധം വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തോടൊപ്പമുണ്ട്. നമുക്കറിയാം, നാം പോകുന്ന സ്ഥലങ്ങളിൽ, നാം പോകുന്ന കെട്ടിടങ്ങളിൽ ഒരു CCTV ഉണ്ട് എങ്കിൽ നാം ഏറെ ശ്രദ്ധാലുക്കളായിരിക്കും. അങ്ങനെയുള്ള ഒരു CCTVയെ പോലും നമ്മൾ ഭയപ്പെടുന്നു എങ്കിൽ, നാം റോഡിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോ, ക്യാമറകൾ ഘടിപ്പിച്ച സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ, ആ ക്യാമറയുണ്ട്, അതുകൊണ്ട് ഞാൻ ഹെൽമറ്റ് ധരിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ അവിടെ ചെക്കിങ് സാധാരണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്ത് വേണ്ടത് മുൻകരുതലുകൾ ഞാൻ എടുക്കണം.
ഇങ്ങനെ സൂക്ഷ്മത പുലർത്തുന്ന നമ്മൾ ഓരോരുത്തരും പടച്ചവനെ കുറിച്ച് എപ്പോഴും നമ്മോടൊപ്പമുള്ള ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പടച്ച റബ്ബ് പതിസ്ഥാനത്തു തന്നെയുണ്ട്. അവൻ എപ്പോഴും തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും നിന്നിൽ നിന്ന് നീ അവൻ മറയുന്നില്ല. അവനെ നീ ആ രൂപത്തിൽ ആരാധിക്കണമെന്നാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളതും. അങ്ങനെയുള്ള റബ്ബിനെ എത്രമാത്രം നാം സൂക്ഷ്മതയോടുകൂടി കാണുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. സലഫുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞത് കാന സലഫു യബ്കൂന സിദ്ദത അശ്ഹുരിൻ ബഅദ റമളാൻ യസ്അലൂന അൽ ഖബൂൽ. റമളാൻ കഴിഞ്ഞ് 6 മാസം ഞങ്ങൾ ചെയ്യുന്ന ഈ നോമ്പ് അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് ആ സലഫുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധാരണ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അവിടെ ഒരുപാട് അധാർമികതകളും ജീർണതകളുമുണ്ട്. പിശാചിന്റെ വഴികൾ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. അവിടേക്കാണ് എത്തിച്ചേരാൻ ഏറ്റവും സൗകര്യമുള്ളത്. അതിനാൽ ആ കുതന്ത്രങ്ങളെ, ആ ചതിക്കുഴികളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക, സൂക്ഷ്മതയോടുകൂടി നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി താലിയൻ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ലോകത്ത് ഏകദേശം 200 കോടിയോളം ആളുകൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇന്ത്യയിൽ 25 കോടിയിലധികം മുസ്ലിങ്ങൾ ഈദ് ആഘോഷിച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ തന്നെ അവർ എഴുന്നേറ്റ് തലേ ദിവസം തൊട്ടേ അവർ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ടു. രാവിലെ അവർ കുളിച്ചു വൃത്തിയായി, നല്ല വസ്ത്രങ്ങൾ, പുതിയതുള്ളവർ പുതിയതും അതുപോലെ നല്ല രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ചു. സുഗന്ധം പൂശാൻ കഴിയുന്ന ആളുകളൊക്കെയും സുഗന്ധം പൂശി. അതിനു മുമ്പേ അവർ ഫിത്ർ സക്കാത്തുകൾ വിതരണം ചെയ്തു. അങ്ങനെ അവർ പള്ളികളിലേക്ക് നടന്നോ വാഹനത്തിലോ അവർ എത്തി. ആ സമയത്ത് ഈ ആരാധന നിർവഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ഏതെങ്കിലും പള്ളികളോ ചർച്ചുകളോ അമ്പലങ്ങളോ മറക്കുകയോ താർപ്പായ കെട്ടി അതിനെ മൂടി വെക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. സർക്കാർ ഖജനാവുകളിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉടലെടുക്കുമോ? അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നിയമപാലകർ ജാഗരൂകരായിരിക്കണം എന്ന രൂപത്തിൽ വിന്യസിച്ചിട്ടില്ല. അപ്രകാരം തന്നെ നാളെ രാവിലെ ഒരു പത്രത്തിലും ഇന്ന് വിറ്റ് തീർന്ന മദ്യത്തിൻ്റെ കണക്കുകൾ വരികയില്ല. ബീവറേജ് കോർപ്പറേഷനുകളും അതല്ലാതെ മറ്റ് സ്വകാര്യ കമ്പനികളിലും വിറ്റഴിക്കുന്ന സ്വകാര്യ രൂപത്തിലുള്ളതും അല്ലാത്തതുമായ കോടിക്കണക്കിന് രൂപയുടെ മദ്യത്തിൻ്റെ കണക്കുകൾ ഉണ്ടാവുകയില്ല. കലാപങ്ങളോ സംഘർഷങ്ങളോ എവിടെയും ഈ ആഘോഷത്തിൻ്റെ പേരിൽ ഉണ്ടാകുകയില്ല. അത് നമുക്കൊരു അഭിമാനമാണ്. മറ്റ് സമുദായങ്ങൾക്കും അഭിമാനമാണ്, മറ്റ് മതവിഭാഗങ്ങൾക്കും അഭിമാനമാണ്. കാരണം നമ്മുടെ ആഘോഷം ആരാധനയാണ്. നമ്മുടെ ആഘോഷം ആരാധനയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേണ്ടാത്തരങ്ങളും ഉണ്ടാകാതെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഏകദേശം 200 കോടിയിലധികം 2000 കോടിയിലധികം സക്കാത്ത് നിർബന്ധ ദാനം മുസ്ലിങ്ങളായ ആളുകൾ ശരാശരി അവർ ചെലവഴിച്ചിട്ടുണ്ടാകും. അതിലേറെ ദാനധർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകും. 10,000 മെട്രിക് ടണ്ണിലധികം ധാന്യം അവർ ചെലവഴിച്ചിട്ടുണ്ടാകും, സദഖ ചെയ്തിട്ടുണ്ടാകും. അന്നേ ദിവസം പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാവരുത് എന്ന നിയ്യത്തിനാണ്. വസ്ത്രമില്ലാത്ത ആളുകൾക്ക് ഈദ് പുടവ എന്ന രൂപത്തിൽ പലരോടും ചോദിച്ച് പലരിൽ നിന്നും വാങ്ങി
അന്ന് കണ്ണീരൊലിപ്പിക്കുന്ന വിഷമിക്കുന്ന ഒരു കുടുംബവും എൻ്റെ അയൽപ്പക്കത്തോ എൻ്റെ സമൂഹത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള കർമ്മങ്ങളിലും നമ്മളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണ് ഒരു സമുദായത്തിന്റെ അന്തസ്സ് എന്ന് പറയുന്നത്. ആ അന്തസ്സിൽ നമ്മളും ഓരോരുത്തരും പങ്കാളികളായിക്കൊണ്ട് അങ്ങനെയായിരുന്നു നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ചിന്തയും ഈ ആലോചനയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള സകലമാന പ്രവർത്തനങ്ങളുമായി നാം തുടർന്നുള്ള നാളുകളിലും പടയോട്ടം നടക്കുക, റബ്ബിന്റെ തൃപ്തി നിലനിർത്തുക. ഇപ്പോൾ റബ്ബിന്റെ തൃപ്തിയുണ്ട്, ആ ഉള്ള തൃപ്തിയെ നമ്മൾ നിലനിർത്തുക. അവൻ നമ്മെ വെറുക്കുന്ന രൂപത്തിലേക്ക് മാറാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങൾ നേടിയെടുത്ത ചൈതന്യം, ഞങ്ങൾ നേടിയെടുത്ത ഈമാനിന്റെ പ്രഭ അതൊരിക്കലും കെട്ടടങ്ങാത്ത രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജീവിതത്തിന്റെ വഴിത്താരകളിൽ കാണുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും തട്ടിമാറ്റുവാനുള്ള ഈമാനിന്റെ ആർജവം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നേറാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുമുള്ള സൗഭാഗ്യം നൽകി അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ഫിർദൗസ് എന്ന മഹോന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം എളിയവരായ ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب